ഞങ്ങൾ മലേഷ്യയിൽ രാവിലെ 7:30-ക്ക് എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോണ വഴിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോണ വഴിയിലെ കാഴ്ചകൾ. ഞങ്ങളുടെ മലേഷ്യൻ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പുത്രൻചയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പുത്രൻചയനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ബിൽഡിങ്സും ഗവൺമെൻറ് ഒഫീഷ്യൽ ക്വാർട്ടേഴ്സും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ ഗവൺമെൻറ് ഒഫീഷ്യൽ ബിൽഡിങ്സ് പോലെയല്ല, അത് തികച്ചും വ്യത്യാസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് അതിനോട് ചേർന്നിട്ടൊരു മുസ്ലിം മോസ്ക് ഉണ്ട്. അവിടെ ആർക്ക് വേണമെങ്കിലും കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ കാണുന്നൊരു എന്താ പറയുക കാഴ്ചയാണത്. ഒരു റൗണ്ട് അബൌട്ടാണത്. അതിൻ്റെ സൈഡിലായിട്ടാണ് ആ മോസ്ക് വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ ബിൽഡിംഗ് വരുന്നത്. ഒഫീഷ്യൽ ബിൽഡിംഗ് ആണ്. ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊന്നും പ്രൈം മിനിസ്റ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് ദൂരെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ഇവിടെ അങ്ങനെയല്ല. നമുക്ക് അതിൻ്റെ മുന്നിലെ ഗേറ്റ് വരെ നമുക്ക് അവിടെ പോവാമായിരുന്നു. പിന്നെ ഇവിടെ പുത്രൻചയ എന്നുള്ള ഒരു വേർഡിങ്സിൽ നമ്മുടെ പേര് പുത്രൻചയ എന്നുള്ള പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ. നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ബാക്കിൽ ആ പ്രൈം മിനിസ്റ്ററിൻ്റെ ബിൽഡിങ്ങും ഇതൊക്കെ കണ്ട് നല്ല സീനറി പോലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ പുത്രൻചയയിൽ നിന്ന് നമ്മൾക്ക് എയർപോർട്ടിലോട്ടും ഈസിലി ആക്സസബിൾ ആണ്. പിന്നെ കോലാലംപൂരിൽ നിന്ന് കുറച്ച് പോന്നിട്ടാണ് ഈ പുത്രൻചയ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അവിടെ 2 സൈഡിലായിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് അവർ ബാനേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ മോസ്കിലൊന്ന് കയറി. അപ്പോൾ മോസ്കിലോട്ട് എൻട്രി ചെയ്യുന്ന സ്ഥലമാണത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ഗേൾസും അങ്ങനത്തെ ഒരു റെഡ് ഔട്ട്ഫിറ്റ് ഇടണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളവിടെ കയറി. ഞാനും അത് ഇട്ടായിരുന്നു. അങ്ങനെ കയറി. അതിലൊരു സൈഡ് വ്യൂ ആണ് മോസ്കിൻ്റെ. നമ്മൾ ആ വന്ന പാലം ഇതിൽ കാണുന്നുണ്ട്, ക്ലിയർ അല്ല. പിന്നെ ഈ ഒരു പാലമുണ്ട്. ഈ ഒരു പാലവും കടന്നിട്ട് വേണം നമ്മൾ ഈ മോസ്കിൻ്റെ ഈ സൈഡിലോട്ട് എത്താനായിട്ട്. അപ്പുറം ഒഫീഷ്യൽ ബിൽഡിങ്സ് ആണ്, ഈ സൈഡിൽ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ ബോട്ട് ജെട്ടി വഴിയാണ് ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കണക്ഷൻ വരുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് നമുക്ക് കണ്ടാൽ ഒരിക്കലും തോന്നില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് അവർ ആ ലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ സൈഡിൽ നിന്ന് പോന്നു. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾക്ക് ഗസ്റ്റിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലമുണ്ട്. അല്ലാതെ അവിടെ അപ്പുറത്തെ സൈഡിൽ നമാസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നിസ്കരിക്കാനും ഒക്കെ ആയിട്ട് ആ ഒരു സൈഡ്, അത് നിസ്കരിക്കാനുള്ളവർക്ക് മാത്രമായിട്ടുള്ള സൈഡാണ്. ഇത് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ എഴുതിയേക്കുന്ന പോസ്റ്റൊക്കെ ഇസ്ലാമിനെ പറ്റിയും അതെങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇതാണ് അതിൻ്റെ മൊത്തമുള്ളൊരു ഉള്ളിലെ വ്യൂ എന്ന് പറയുന്നത്. ഫുൾ ഈ ടൈപ്പ് കാർപ്പറ്റാണ്. അവിടെ എല്ലാവരും, അതായത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ഡിഫറെൻറ്റ് റിലീജിയസ് ആയിട്ടുള്ള പല ആൾക്കാരുകളാണ് വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അതിനെപ്പറ്റി ഓരോരുത്തർ ചോദിച്ചറിയുന്നു. അങ്ങനെ ഒക്കെ ആയിട്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അതിൻ്റെ അടുത്ത സൈഡിലോട്ട്, അതായത് മോസ്കിൻ്റെ അടുത്ത സൈഡിലോട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ വരുന്നത് വൊളു എടുക്കാനുള്ള ബാത്റൂം വാഷ്റൂം ഒക്കെയാണ്. അപ്പോൾ ഫുൾ ടൈൽസാണ്. അപ്പുറത്തെ സൈഡാണെങ്കിലും ഇപ്പോഴത്തെ സൈഡാണെങ്കിലും ഫുൾ ടൈൽസ് ഇട്ടേക്കാണ്. അത് മാത്രമല്ല ഫുൾ ക്ലീനാണ്. ഒരു അഴുക്ക് പോലെ, അത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഒരു ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മൈനയാണ് കേട്ടോ ഈ കാണുന്ന കിളി. അത് അവിടെ കുറേ ഉണ്ട് അവിടെ മൈന. ഇതും ആ ലേക്കിൻ്റെ ഒരു ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറഞ്ഞില്ലേ,
ശരിക്കും നമുക്ക് ഒരിക്കലും അത് കണ്ടാൽ അതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് തോന്നിയില്ല. അപ്പം ഇപ്പോൾ പോണത് ബോട്ട് ജെട്ടിയിലോട്ടുള്ള എൻട്രൻസ് ആണ്. അപ്പം നമ്മൾക്ക് ബോട്ടിൽ കയറണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. അപ്പം ഞങ്ങൾ പാസ് എടുക്കാൻ ബോട്ടിൽ പോവാന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. അവിടെ കിടക്കുന്നതാണ് ബോട്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ബോട്ടിൻ്റെ ടൈം കഴിഞ്ഞായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു, ഞങ്ങൾക്ക് അത്ര ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വേറൊരു സൈഡാണ് ലേക്കിൻ്റെ. ഇതെല്ലാം ആ അപ്പുറം കാണുന്ന കാട് പോലെയുള്ള സ്ഥലം വരെ അത് അവരുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ആ ലേക്ക്. അതാണ് ഇത്രയും ഒരു അഴുക്ക് പോലും ഇല്ലാതെ ആ ലേക്ക് അങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം. അവരത് ക്ലീൻ ചെയ്തോളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ബോട്ടിൽ 2 പേര് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫുൾ ടൈം അവിടെ അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവിടെ വേറൊരു സൈഡിലുള്ള വ്യൂ ആണത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഐലൻഡ് പോലത്തെ സ്ഥലമാണ്. അവിടെയാണ് ഒഫീഷ്യൽസിൻ്റെ ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനാണ് നമ്മൾ ബോട്ട് മെയിനായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഇനി റിവർ മൊത്തമായിട്ട് കാണണമെങ്കിൽ അങ്ങനെയും ഉണ്ട് ബോട്ടിങ്. അല്ലാതെ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ബോട്ടിങ് വഴിയാണുള്ളത് അപ്പുറത്തെ സൈഡിലോട്ട്. അവിടെ അതേ വലിയ വലിയ ബിൽഡിങ്സും കോട്ടേജസൊക്കെയാണ് ഉള്ളത്. അവിടെയാണ് ഗവൺമെൻറ് എംപ്ലോയീസ് താമസിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക